അവസാനമായി അബ്രാം അഥവാ പിന്നീട് അബ്രഹാം എന്നറിയപ്പെട്ട ഒരു മനുഷ്യനിലേക്ക് നയിക്കുന്നു. 12-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ കാണുന്ന അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം പൂർണ്ണമായും ഒരു പുതിയ ചലനമാണ് ഈ കഥയിൽ സൃഷ്ടിക്കുന്നത്. തന്റെ ഭവനം വിട്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ ദൈവം അബ്രഹാമിനെ വിളിക്കുന്നു. ആ ദേശം ഒരു ദിവസം അവന്റേതായി തീരുമെന്ന് ദൈവം പറയുന്നു. ആ ദേശത്ത് ദൈവം അബ്രഹാമിനെ ഒരു മഹത്തായ രാഷ്ട്രമാക്കുമെന്നും അവന്റെ പേര് വലുതാക്കുമെന്നും അവനെ അനുഗ്രഹിക്കുമെന്നും വാഗ്ദത്തം ചെയ്യുന്നു. ഇപ്പോൾ ഈ വാഗ്ദത്തങ്ങൾ പുസ്തകത്തിന്റെ മുമ്പുള്ള ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബാബിലോൺ അഹങ്കാരത്തോടെ അതിന് ഒരു വലിയ പേരുണ്ടാക്കുവാൻ ശ്രമിച്ചു. എന്നാൽ അത് നടന്നില്ല. എന്നാൽ ദൈവം തന്റെ മഹാമനസ്കതയിൽ ഒരു മഹത്തായ പേര് ഒരു പേരുമില്ലാതിരുന്ന ഈ വ്യക്തിക്ക് നൽകുന്നു. അതാണ് അബ്രഹാം. അബ്രഹാമിന്റെ ദൈവാനുഗ്രഹം തുടക്കത്തിൽ മനുഷ്യർക്ക് ദൈവം നൽകിയ ആ യഥാർത്ഥ അനുഗ്രഹത്തിലേക്കാണ് ചൂണ്ടുന്നത്. അതുകൊണ്ട് ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ദൈവം അബ്രഹാമിനെയും കുടുംബത്തെയും അനുഗ്രഹിക്കുവാൻ പോകുന്നത്? ദൈവ വാഗ്ദത്തത്തിന്റെ അവസാന വരി ഇത് വ്യക്തമാക്കുന്നു. അതുകൊണ്ട് ഭൂമിയിലെ സകല കുടുംബങ്ങളും നിന്നിൽ ദൈവാനുഗ്രഹം കണ്ടെത്തും. ഇനി ഇതാണ് തുടർന്നുള്ള മുഴുവൻ ബൈബിളിലെ കഥ മനസ്സിലാക്കുവാനുള്ള താക്കോൽ. ദൈവത്തിന്റെ പദ്ധതി മത്സരിക്കുന്ന അവന്റെ ഈ ലോകത്തെ അബ്രഹാമിന്റെ കുടുംബത്തിലൂടെ രക്ഷിച്ച് അനുഗ്രഹിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് തുടർന്നുള്ള മുഴുവൻ പഴയ നിയമ കഥയും ഈ ഒരു കുടുംബത്തെ കേന്ദ്രീകരിക്കുവാൻ പോകുന്നത്. ഒടുവിൽ അവർ ഇസ്രായേൽ ജാതി എന്ന് വിളിക്കപ്പെടും. ഇതുകൊണ്ടും കൂടെയാണ് ഇസ്രായേലിനെ പിന്നീട് സീനായി പർവ്വതത്തിൽ പുരോഹിതന്മാരുടെ രാജ്യം എന്ന് വിളിക്കുന്നത്. ദൈവം എങ്ങനെയുള്ളവനാണെന്ന് മറ്റെല്ലാ ജനതകളെയും കാണിക്കാൻ അവൻ അവരെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒടുവിൽ ഈ വാഗ്ദത്തമാണ് പിൽക്കാല ബൈബിളിലെ പ്രവാചകന്മാരും കവികളും ഉപയോഗിക്കുന്നത്. വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം ഇസ്രായേലിലെ മശിഹാ രാജാവിലൂടെ വരുമെന്ന് അവർ പറയുന്നു. അവന്റെ ഭരണം എല്ലാ ജാതികളിലും നീതിയും സമാധാനവും കൊണ്ടുവരും. ഇപ്പോൾ കഥയുടെ ഈ ഘട്ടത്തിൽ അതൊന്നും വ്യക്തമല്ല. ഇപ്പോൾ നിങ്ങൾ തുടർന്ന് വായിക്കുക മാത്രം ചെയ്ത ഈ വാഗ്ദാനം എങ്ങനെയാണ് വിപുലീകരിക്കപ്പെടുന്നത് എന്ന് കാണുക. പുസ്തകത്തിന്റെ തുടർന്നുള്ള ഭാഗം അബ്രഹാമിനെയും അവന്റെ കുടുംബത്തെയുമാണ് കേന്ദ്രീകരിക്കുന്നത്. ആദ്യമായി അബ്രഹാമിനെയും, പിന്നീട് അവന്റെ പുത്രനായ ഇസ്ഹാക്കിനെയും, തുടർന്ന് അവന്റെ പുത്രനായ യാക്കോബിനെയും, പിന്നീട് യാക്കോബിന്റെ 12 പുത്രന്മാരെയും. ഓരോ തലമുറയെക്കുറിച്ചുള്ള കഥകൾ 2 പ്രധാന പ്രമേയങ്ങളുമായി കൂട്ടിച്ചേർത്തിരിക്കുന്നു. ആദ്യമായി അബ്രഹാമിന്റെ കുടുംബത്തിലെ ഓരോ തലമുറയും ആവർത്തിച്ച് പരാജയത്തിൽപ്പെടുന്നു. അവർ തെറ്റായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരുന്നു. അത് അവരുടെ ജീവിതത്തെ താറുമാറാക്കുകയും ദൈവ വാഗ്ദത്തത്തെ ആപത്ഘട്ടത്തിലേക്ക് ഇടുകയും ചെയ്യുന്നു. എന്നിരുന്നാലും ദൈവം അവരോട് വിശ്വസ്തനായിരുന്നു. അവരുടെ പരാജയങ്ങൾക്കിടയിലും അവൻ അവരെ അവരിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടിരിക്കുകയും അവരെ അനുഗ്രഹിക്കുമെന്നും അവരിലൂടെ ജാതികളെയും അനുഗ്രഹിക്കുമെന്നുള്ള ഉറപ്പും നൽകിക്കൊണ്ടിരുന്നു. അങ്ങനെ അബ്രഹാമിന്റെ കഥകൾ. ദൈവം അബ്രഹാമിന് ഒരു വലിയ കുടുംബം വാഗ്ദത്തം ചെയ്തു. എന്നാൽ 2 വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അവൻ തന്റെ ജീവനെ ഭയപ്പെട്ടു. കാരണം മറ്റു പുരുഷന്മാർ അവന്റെ ഭാര്യയോട് ആകർഷിതരാകുന്നു. അതുകൊണ്ട് അവൻ അവളെ വിവാഹം ചെയ്തിരുന്നുവെങ്കിലും അത് നിഷേധിച്ചു. അത് പിന്നീട് തീർച്ചയായും അനേക പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. അതുമാത്രമല്ല, അബ്രഹാമിനും അവന്റെ ഭാര്യയ്ക്കും മക്കളില്ലായിരുന്നു. അതുകൊണ്ട് സാറ തന്റെ ദാസിമാരിൽ ഒരു പെൺകുട്ടിയെ അബ്രഹാമിന് വേണ്ടി ഏർപ്പെടുത്തി. അതും കുടുംബത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. എന്നാൽ ഓരോ സമയവും ദൈവം അബ്രഹാമിനെ അതിൽ നിന്നെല്ലാം പുറത്തു കൊണ്ടുവരുന്നു. പിന്നെ അധ്യായം 15-ലും 17-ലും ദൈവം അബ്രഹാമിനോടുള്ള അവന്റെ വാഗ്ദത്തത്തെ ഒരു ഉടമ്പടി എന്ന് വിളിക്കുന്ന ഔദ്യോഗിക പ്രതിബദ്ധതയോടെ നിയമവിധേയമാക്കുന്നു. ഇതൊരു വിശിഷ്ടമായ രംഗമാണ്. ദൈവം അബ്രഹാമിനെ മുകളിലേക്ക് നോക്കി രാത്രി നക്ഷത്രങ്ങളെ എണ്ണുവാൻ ക്ഷണിക്കുന്നു. പിന്നീട് അവൻ പറയുന്നു, നിന്റെ കുടുംബം അതുപോലെ അസംഖ്യമാകുവാൻ പോകുന്നു. എല്ലാ പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും കുട്ടികൾ ഉണ്ടാകുവാൻ ഒരു സാധ്യതയും ഇല്ലാതിരിക്കുമ്പോൾ അബ്രഹാം മുകളിലെ ആകാശത്തിലേക്ക് നോക്കി ദൈവത്തിൽ ആശ്രയിക്കുന്നു. ദൈവം അബ്രഹാമുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടുകൊണ്ട് പ്രതികരിക്കുന്നു. അവൻ അനേക ജാതികൾക്ക് പിതാവായി തീരുമെന്നും അതിലൂടെ ദൈവാനുഗ്രഹം മുഴുവൻ ലോകത്തിലും വരുമെന്നും വാഗ്ദത്തം ചെയ്യുന്നു. ദൈവം അബ്രഹാമിനോട് അവന്റെ കുടുംബത്തെ ഈ ഉടമ്പടി ചിഹ്നം കൊണ്ട് അടയാളപ്പെടുത്തുവാൻ പറയുന്നു. അവരുടെ കുടുംബത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്നുള്ള ഒരു ദാനമാണെന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നതിനുള്ള ഒരു പ്രതീകമാണിത്. അങ്ങനെ ഒടുവിൽ അബ്രഹാമിന് ധാരാളം മക്കൾ ഉണ്ടാകുകയും അവൻ നല്ല വാർദ്ധക്യത്തിൽ മരിക്കുവാനും ഇടയായി. ഇനി വരാൻ പോകുന്ന യാക്കോബിന്റെ കഥകൾ ഈ വിഷയങ്ങളെ കൂടുതൽ ആഴത്തിൽ നമ്മുടെ ഭാവനയെയും വികാരങ്ങളെയും സ്പർശിക്കുന്നതാണ്. ജനനം മുതലേ യാക്കോബ് അവന്റെ പേരിന്റെ അർത്ഥത്തിനനുസരിച്ച് ജീവിച്ചിരുന്നു. വഞ്ചകൻ എന്നായിരുന്നു അർത്ഥം. അവൻ തന്റെ സഹോദരൻ ഏശാവിനെ അവന്റെ അവകാശത്തിൽ നിന്നും അനുഗ്രഹത്തിൽ നിന്നും വഞ്ചിക്കുന്നു. അവൻ ഇത് ചെയ്യുന്നത് തന്റെ അന്ധനും വൃദ്ധനുമായ പിതാവിനെ വഞ്ചിക്കുന്നതിലൂടെയാണ്. അതിനുശേഷം അവൻ ഓടിപ്പോകുന്നു. അവന് പിന്നീട് 4 ഭാര്യമാർ ആണ് ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും അവൻ യഥാർത്ഥത്തിൽ റാഹേൽ എന്ന ഒരാളെ മാത്രമേ സ്നേഹിച്ചിരുന്നുള്ളൂ. ഇത് എല്ലാ തരത്തിലുമുള്ള സംഘർഷങ്ങൾ കുടുംബത്തിൽ സൃഷ്ടിച്ചു. യാക്കോബിനെ വിനയമുള്ളവനാക്കുന്ന ഒരേ ഒരു കാര്യം അവന്റെ അമ്മാവനായ ലാബാനാൽ ചതിക്കപ്പെടുന്നതാണ്. അവന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ട കുറെ വർഷങ്ങളുടെ വഞ്ചനയായിരുന്നു അവന് ലഭിച്ചത്. പിന്നീട്
ഒരു വിചിത്രമായ കഥയിൽ യാക്കോബ് ദൈവവുമായി മല്ലുപിടിക്കുന്നു. തന്നെ അനുഗ്രഹിക്കുവാനായി ദൈവത്തോട് അവൻ ആവശ്യപ്പെടുന്നു. ചില കാര്യങ്ങൾ ഒരിക്കലും മാറില്ല, അല്ലേ? എന്നിരുന്നാലും ദൈവം അവന്റെ ദൃഢനിശ്ചയത്തെ ആദരിച്ച് അബ്രഹാമിന്റെ അനുഗ്രഹം അവനിലേക്ക് കൈമാറുന്നു. അവൻ യാക്കോബിന് ഒരു പുതിയ പേരിടുന്നു, ഇസ്രായേൽ. അതിനർത്ഥം ദൈവത്തോട് മല്ലുപിടിക്കുന്നു എന്നാണ്. ഇപ്പോൾ പുസ്തകത്തിന്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഈ ഭാഗത്തിലാണ് യാക്കോബിന്റെ പുത്രന്മാരുടെ കഥ. അവിടെയാണ് എല്ലാ വിഷയങ്ങളും ഒരു നിർണായക ഘട്ടത്തിലെത്തുന്നത്. യാക്കോബ് തന്റെ 11ാമത്തെ പുത്രനായ യോസെഫിനെ മറ്റുള്ളവരെക്കാൾ അധികമായി സ്നേഹിച്ച് അവന് ഒരു വിശിഷ്ടമായ ഉടുപ്പ് നൽകുന്നു. മുതിർന്ന 10 പുത്രന്മാരും യോസെഫിനെ വെറുക്കുവാൻ തുടങ്ങുന്നു. അതിനാൽ അവർ അവനെ തട്ടിയെടുത്ത് കൊല്ലുവാൻ പദ്ധതിയിടുന്നു. എന്നാൽ അതിനു പകരം അവനെ ഒരു അടിമയായി മിസ്രൈമിൽ വിൽക്കുവാൻ തീരുമാനിച്ചു. അവിടെ അവൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുന്നു. ഇതൊരു പരാജയപ്പെട്ട കുടുംബം തന്നെ. എന്നാൽ ദൈവം യോസെഫിനൊപ്പമുണ്ട്. അവൻ യോസെഫിന്റെ കാരാഗൃഹത്തിൽ നിന്നുള്ള മോചനം മനോഹരമായി നിയന്ത്രിക്കുന്നു. അവസാനം ഫറവോൻ അവനെ ഉയർത്തി മിസ്രൈമിലെ സകലത്തിലും മീതെ 2ാം സ്ഥാനം നൽകി. അങ്ങനെ ഒരു ക്ഷാമകാലത്ത് യോസെഫ് മിസ്രൈം രാജ്യത്തെ രക്ഷിക്കുന്നു. അവൻ തന്റെ സഹോദരന്മാരെയും അവന്റെ കുടുംബത്തെയും പട്ടിണിയിൽ നിന്ന് രക്ഷിക്കുന്നു. അങ്ങനെ ഒരിക്കൽ കൂടി അബ്രഹാമിന്റെ കുടുംബത്തിന്റെ വിഡ്ഢിത്തവും പാപവും ദൈവത്തിന്റെ വിശ്വസ്തതയെ കണ്ടു. ദൈവം യോസെഫിന്റെ സഹോദരന്മാരുടെ തിന്മയെപ്പോലും ജീവൻ രക്ഷിക്കുവാനുള്ള അവസരമാക്കി തീർക്കുന്നു. ഇതുതന്നെയാണ് യോസെഫും പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നത്. അവൻ തന്റെ സഹോദരന്മാരോട് പറയുന്നു, നിങ്ങൾ എല്ലാവരും എന്റെ നേരെ ദോഷം വിചാരിച്ചു, എന്നാൽ ദൈവം അതിനെ അനേക ജീവനെ രക്ഷിക്കുവാനായി നന്മയ്ക്കാക്കി തീർത്തു. ഇപ്പോൾ ഈ വാക്കുകൾ ബുദ്ധിപൂർവം പുസ്തകത്തിന്റെ അവസാനത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. കാരണം അവ യോസെഫിന്റെയും സഹോദരന്മാരുടെയും കഥ മാത്രമല്ല, മറിച്ച് പുസ്തകം മൊത്തത്തിൽ ചുരുക്കി പറയുകയാണ്. ഉൽപ്പത്തി 3 മുതൽ മനുഷ്യർ സ്വാർത്ഥതയോടെ പെരുമാറി തിന്മ ചെയ്യുന്നു. എന്നാൽ ഈ ദൈവം ഈ ലോകത്തെ അതിന്റെ സ്വന്തം വഴിക്ക് വിടുവാൻ പോകുന്നില്ല. അവരുടെ പരാജയങ്ങൾക്കിടയിലും അവൻ വിശ്വസ്തനായി തുടർന്നുകൊണ്ട് അവരെ അനുഗ്രഹിക്കുവാൻ തീരുമാനിച്ചു. വിശേഷാൽ ആ സ്ത്രീയുടെ സന്തതിയെക്കുറിച്ചുള്ള രഹസ്യവാഗ്ദത്തം പുസ്തകത്തിൽ ഉടനീളം എങ്ങനെയാണ് വിപുലീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്കത് കാണുവാൻ കഴിയും. ഉൽപ്പത്തി 3 ഓർക്കുക. ദൈവം ഒരു മുറിവേറ്റ ജയാളി വന്ന് പാമ്പിന്റെ തല തകർത്ത് തിന്മയെ അതിന്റെ ഉറവിടത്തിൽ നിന്ന് നശിപ്പിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തു. പിന്നീട് ലേഖകൻ ഈ വാഗ്ദത്തത്തെ നേരിട്ട് അബ്രഹാമിന്റെ വംശാവലിയുമായി ബന്ധിപ്പിക്കുന്നു. ഇത് ദൈവം എങ്ങനെയാണ് അവന്റെ അനുഗ്രഹം ജാതികളിലേക്ക് എത്തിക്കാൻ പോകുന്നു എന്നതിന്റെ ഭാഗമാണ്. അബ്രഹാമിൽ നിന്നും ഈ വാഗ്ദത്തം യാക്കോബിന്റെ 4ാമത്തെ മകനായ യഹൂദയിലേക്ക് ബന്ധിപ്പിക്കുന്നു. ഇങ്ങനെയാണ് അത്. 49ാം അധ്യായത്തിലെ വളരെ പ്രാധാന്യമുള്ള ഒരു കാവ്യത്തിൽ ഒരു വൃദ്ധനായ യാക്കോബ് തന്റെ മരണക്കിടക്കയിലാണ്. അവൻ തന്റെ 12 പുത്രന്മാരെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ യൂദായുടെ അവസരം വന്നപ്പോൾ യാക്കോബ് യഹൂദ ഇസ്രായേലിന്റെ രാജകീയ നേതാക്കന്മാരുടെ ഗോത്രമാകുമെന്ന് മുൻകൂട്ടി പറയുന്നു. അത് ഒരു ദിവസം യഹൂദ ഗോത്രത്തിൽ നിന്ന് ഒരു രാജാവ് വരികയും അവൻ സകല രാഷ്ട്രങ്ങളോടും അനുസരണം ആജ്ഞാപിക്കുകയും ലോകത്തെല്ലാം തോട്ടത്തിലെ അനുഗ്രഹം പുനഃസ്ഥാപിക്കുമെന്നുള്ള ദൈവവാഗ്ദത്തം പൂർത്തീകരിക്കും. അതിനുശേഷം യാക്കോബ് മരിക്കുന്നു. പിന്നീട് യോസെഫും മരിക്കുന്നു. അങ്ങനെ വർദ്ധിച്ചു വരുന്ന കുടുംബം മിസ്രൈമിൽ തുടർന്നു. അങ്ങനെ ഉൽപ്പത്തി പുസ്തകം പൂർത്തീകരിക്കാതെ കിടക്കുന്ന ഈ ഭാവി പ്രത്യാശകളോടും വാഗ്ദത്തങ്ങളോടും കൂടെ അവസാനിക്കുന്നു. അത് നിങ്ങളെ എങ്ങനെയാണ് ഇതെല്ലാം സംഭവിക്കുവാൻ പോകുന്നത് എന്ന് കാണുവാൻ അടുത്ത പേജ് മറിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. എന്നാൽ ഇപ്പോഴത്തേക്ക് ഇതാണ് ഉൽപ്പത്തി പുസ്തകം.